ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഹാൾ ടിക്കറ്റ് ആണെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരുന്നത്. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഇട്ട മറ്റുള്ള വീഡിയോസിനെ കുറിച്ചോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാ ID പ്രൊവൈഡ് ചെയ്യുന്നത്, സോ മെസ്സേജ് ചെയ്യുക. സോ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു പേജ് വരുന്നതായിരിക്കും. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കോഴ്സ് ഏതാണോ ആ പ്രോഗ്രാം, അതായത് നിങ്ങൾ ഏത് പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ, അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ നെയിം, അതായത് നിങ്ങളുടെ ID കാർഡിൽ അതുപോലെ തന്നെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, അതായത് എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത്, അതായത് നിങ്ങൾ ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു PGയോ അല്ലെങ്കിൽ UGക്കോ നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും എൻറോൾമെൻറ്റ് നമ്പർ. ആ ഒരു നമ്പറും കൂടി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളെ ആ ഒരു മൊബൈൽ, അതായത് നമ്മൾ അന്ന് അപ്ലൈ ചെയ്ത സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ശേഷം ഇവിടെ നിങ്ങൾക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നിങ്ങൾ കൺഫേം ചെയ്യുക. ശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളവിടെ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ശേഷം ഈ ഒരു ക്യാപ്ചയും എൻ്റർ ചെയ്തെടുത്ത് ലോഗിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെ ആയിരിക്കും. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനും ഹാൾ ടിക്കറ്റിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിനും ഇവിടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓരോന്നും നമ്മളെ 1 by 1 ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.